ഞങ്ങളുടെ നാട്ടിലെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഗൈസ്. രാവിലെ ഞങ്ങൾക്ക് അമ്പല ദർശനം, പള്ളി ദർശനം ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കവിയൂരെന്ന് പറഞ്ഞ സ്ഥലം, കവിയൂരമ്പലം എന്ന് പറയും. കുറെ അമ്പലമുണ്ട്. ഈ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് പരുമല തിരുമേൽ നാമത്തിലുള്ള നമ്മുടെ പരുമല പള്ളിയില്ലേ, അവിടെയും പോകണം. അത് കഴിഞ്ഞിട്ട് അത് ഇത്രയും ഉച്ച കൊണ്ട് തീർത്ത് കഴിഞ്ഞിട്ട് ഉച്ച കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ വീട്ടിൽ പോകണം. അവന്റെ വീട് ഇവിടെ കായംകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അവിടെയും പോയിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരണം. അപ്പൊ ഇതാണ് ഇന്നത്തെ പ്ലാൻ. ഇന്നലെ ഇതുകൂട്ട് പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതാണ് കവിയൂരമ്പലം. ഇതാണ് കവിയൂരമ്പലം ഗൈസ്. ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ കവിയൂരമ്പലത്തിൽ തൊഴുതിട്ടിറങ്ങി. ഇതാണ് കവിയൂരമ്പലം. ചാക്കുപ്പി ഞാൻ കൊണ്ടുപോയി താഴെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകണം. ഇപ്പം ഇറങ്ങി വലിയൊരു അമ്പലം ഇത് ഉണ്ട് ഗൈസ്. നമ്മൾ ആറന്മുളമ്പലം പോലൊക്കെ തന്നെ ഉണ്ട് ഇതുകൊണ്ട് അല്ലേ കുപ്പി? അതേപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള ഗോപുരവും എല്ലാം അതേപോലെ തന്നെ. ഇതിൽ നമ്മൾ താഴോട്ട് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടേ. അങ്ങോട്ട് ഇതിൽ താഴോട്ട് ഇങ്ങോട്ട് നല്ലടി. ചക്കുപ്പി തന്നെ ഇവിടെ നിന്ന് വെയിൽ കൊള്ളുന്നു. അവിടെ ഒരു കുളമൊക്കെ ഉണ്ടെന്നുകൊണ്ട് കാണിക്കുക. ചക്കുപ്പി ആദ്യം ഇട്ടത് കാണുന്നത് ഇവിടെ. അതാണ് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലം. ഇതിൽ പോയി അമ്പലത്തിൽ ചെല്ലും. അങ്ങോട്ട് പോകാം. ശിവനും പാർവതിയാണ് മെയിൻ. പക്ഷേ ഹനുമാനമ്പലം എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഹനുമാൻ്റെ പ്രതിഷ്ഠ ഉണ്ട് അവിടെ. ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് വെളിയിലോട്ട് പോകണം ഗൈസ്. വേണ്ടി ചക്കപ്പി ഇറങ്ങിപ്പോന്ന് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ചെങ്ങന്നൂർ അമ്പലം. ഞങ്ങളിപ്പോൾ ചെങ്ങന്നൂർ അമ്പലത്തിലാണ് വന്നേക്കുന്നത് കേട്ടോ. ചക്കപ്പി നന്ദിയുടെ ചെവിയിൽ എന്തോ പറയാൻ പോയതാ. പറയടാ. കഴിഞ്ഞ എന്തോടെ ഒത്തിരി പറയാനായിട്ട്? അപ്പൊ ഞങ്ങൾ പോയതെല്ലാം വലിയ അമ്പലങ്ങളാണ് കേട്ടോ. അല്ല എല്ലാം പക്ഷേ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ. പക്ഷേ ഇത് കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നുന്നു. ഇതിവിടെയും നമ്മുടെ ശിവനും പാർവതിയുമാണ്. ഒരു സൈഡ് പാർവതി, ഒരു സൈഡ് ശിവൻ. ചക്കുപ്പി നടന്നൊന്ന് ക്ഷീണിച്ചാണ്ട. അത് ഇവിടെ പാർവതി ദേവിയുടെ നടയാണ്. അപ്പുറത്തൂടെ വരുന്നത് ശിവൻ്റെ. ഞങ്ങൾ ചെങ്ങന്നൂർ അമ്പലത്തിൽ തൊഴുതു. കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറി ദൈവത്തിനെല്ലാം കണ്ട് തൊഴാൻ പറ്റി. അമ്പലത്തേക്ക് നട അടച്ചു, ശിവലിയും കഴിഞ്ഞ്. ഇപ്പം ഞങ്ങളിനി ഇതിലെ തിരിച്ച് ഇനി അടുത്ത ഞങ്ങൾ വേറെ സ്ഥലത്തോടാണ് പോകുന്നത്. അപ്പം ചക്കുപ്പിയാണെങ്കിൽ ഇവിടെ ഒരു പഴുതാരനെ കണ്ടിട്ട് പേടിച്ച് നടക്കുമായിരുന്നു. ചക്കുപ്പി ആദ്യമായിട്ടാണ് പഴുതാരനെ കാണുന്നത് അല്ലേ ചക്കുപ്പി? ഞാനോട്ട് തുമ്പി പറക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതാണ് ഞങ്ങളുടെ ചെങ്ങന്നൂർ അമ്പലം. അമ്പലത്തിൻ്റെ ചുറ്റി നടന്ന് ഞങ്ങൾ തൊഴുവാണ്. അവിടെ അയ്യപ്പനുണ്ട്, ഇവിടെ നാഗരാജാവുണ്ട്, പിന്നെ ഇത് സുബ്രഹ്മണ്യനാണ്. നമ്മൾ പളനി പോയില്ലേ മുരുകൻ, അവിടെ മുരുകനാ. കഴിച്ച് അങ്ങനെയുള്ള അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു ചെങ്ങന്നൂർ അമ്പലം. അപ്പോൾ നമ്മളിനി തിരിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇന്ന് കുറേ സ്ഥലം കറങ്ങി നടക്കാനുണ്ട്. ഇതേ ചക്കുപ്പി പോകുന്നു. ചക്കുപ്പിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ചക്കുപ്പിക്ക് ഇപ്പോൾ ബാംഗ്ലൂർ ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ നാടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. ശേഷം നമ്മൾ അവിടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ചെറിയൊരു കട കണ്ട് അവിടെ കയറി നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുവാണ്. ചക്കുവിന് മോചിത്ത വേണമെന്ന് ഞങ്ങൾ നാരങ്ങയുടെ മോചിത്ത വിളിച്ചു, സോഡ നാരങ്ങ. അവനെ പറ്റിച്ച്
മോജിത്താന്നുണ്ട് സോഡ നാരങ്ങ ഇച്ചിരി കാന്താരിയും കൂടി ഇട്ട് കൊടുത്ത് കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് കുണുങ്ങി അതാണ് ചിരിക്കണ്ട ആ പോട്ടെ. ഗൈസ് ഇനി അടുത്തത് നമ്മള് നമ്മുടെ പഴുമല പള്ളിയിലോട്ടാണ് ഗൈസ് പോകുന്നത്. ഇതാണ് നമ്മുടെ പഴുമല തിരുമേനി നാമത്തിലുള്ള പഴുമല പള്ളി. പഴുമല തിരുമേനിയുടെ നാമത്തിലുള്ള ഇവിടെ പഴുമല പള്ളി അതെനിക്കറിയാം. ഇതാണ് പഴുമല പള്ളി. ഗൈസ് ഇത് ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പഴുമല പള്ളി ഫസ്റ്റ് ടൈമാണ് കാണുന്നല്ലേ? ഒന്ന് കേരളത്തിന് പുറത്തുനിന്നും കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ജില്ലക്കാരും പദയാത്രയായിട്ട് നവംബർ 1 വരുന്ന പള്ളിയാണിത്, പരുമല തിരുമേനിയുടെ പള്ളി. നമുക്ക് ഇവിടെ പോയി അകത്ത് കയറി ഞങ്ങൾക്ക് അവിടെ ഇപ്പൊ മെഴുകുതിരി വെളിയിലാണോ കത്തിക്കുന്നേ? അങ്ങനെ ഞങ്ങൾ പരുമല പള്ളിയിൽ തിരി കത്തിക്കാൻ പോകണം. അമ്മൂസ് പ്രാർത്ഥിക്കാൻ പോകണം. ചക്കുപ്പി അമ്മൂസും മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി അതോട്ട് പോകണം. ഞങ്ങൾ അങ്ങനെ പരുമലപ്പള്ളി കയറി കവറിങ്കൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് പ്രാർത്ഥിച്ച് ആ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളിപ്പം പോവുകയാണ്. അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും എടുത്തില്ല. ഇനി അല്ലെങ്കിൽ അഥവാ അങ്ങനെ എടുക്കുന്നത് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി നേരത്തെ വീഡിയോസും കൂടെ ഡിലീറ്റ് ആക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും എടുത്തില്ല ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ഈ പരുമലപ്പള്ളീൻ്റെ അപ്പുറത്താണ് മാന്നാർ എന്നുള്ള സ്ഥലം. അപ്പം അവിടെ ഇങ്ങനെ നമ്മുടെ മൺചട്ടികൾ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് 2 മൺചട്ടി വാങ്ങിക്കണം. ഇവിടെ ഇത് മൺചട്ടികൾ കിട്ടുന്ന സ്ഥലം. ഇവിടെയാണ് മൺചട്ടിയൊക്കെ ഉണ്ടാക്കുന്നത്. മൺചട്ടി വാങ്ങിച്ചിട്ട് വരാം. ചുമന്ന ചട്ടിയുണ്ട്, കറുത്ത ചട്ടിയുണ്ട്. കറുത്ത ചട്ടി പെട്ടെന്ന് പൊട്ടത്തില്ലെന്നാണ് അവർ കാണിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ കൊട്ടി കാണിക്കും. മറ്റേ മൺചട്ടി പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോയായിരുന്നു അത് മേടിച്ചത്. അതുകൊണ്ട് അമ്മൂസ് മിക്കാരും കറുത്ത ചട്ടി മേടിക്കാനായിരിക്കും പോയേക്കുന്നത്. അവിടെ പോയി വിലയൊക്കെ ചോദിക്കട്ടോ. ചക്കുപ്പി വണ്ടിക്കകത്തുള്ളതുകൊണ്ടേ നമുക്ക് തന്നെ ഇതിനകത്ത് ഇരുത്തിട്ട് പോകാൻ പറ്റും. ഭയങ്കര ചൂട്. പിന്നെ അതുകൊണ്ട് ഞാനും ഇതിനകത്ത് ഇരിക്കും. രണ്ടിക്കും ചക്കുപ്പ ഗൈസ്. അങ്ങനെ നമ്മൾ ചട്ടി മേടിച്ചു ഗൈസ്. ഇവിടെ ഫുള്ള് കുറേ ടൈപ്പ് ചട്ടി ഉണ്ട് കേട്ടോ. ഒരു പോക്കുന്ന സാധനം കൂടെ മേടിച്ചാലോ? ചക്കുപ്പി ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ കണ്ട് നടക്കുമോ ചക്കുപ്പി? ചക്കുപ്പിക്ക് ഇപ്പം ബാംഗ്ലൂരിനേക്കാൾ ഇഷ്ടം കേരളമാണെന്നാണ് പറയുന്നത്. ചക്കുപ്പിക്ക് കേരളത്തിൽ നിന്നാൽ പറ്റും. ചെടിച്ചട്ടി ഉണ്ടോ? ഗൈസ് അങ്ങനെ ഞങ്ങൾ മൺചട്ടിയൊക്കെ വാങ്ങിച്ചു. ഇതാണ് മാന്നാർ പാലം. ഇത് ഏത് നദിയാടാ? പരുമല. നദിയുടെ പേരെന്തോന്ന് എനിക്ക് അറിയത്തില്ല. തോംസൺ. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഇപ്പൊ 1:30 ആയി ഗൈസ്. രാവിലെ തൊട്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. 2 സോഡാ നാരങ്ങ വെള്ളം മാത്രം കുടിച്ചു വന്നിട്ട് ഗൈസ്. അങ്ങനെ ഞങ്ങള് ചക്കുളത്തുകാവ് ടെമ്പിളിൽ വന്നു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വന്നു. ഇതാണ് അമ്പലത്തിന്റെ കവാടം. അമ്പലത്തിന്റെ നട അടച്ചിട്ടുണ്ടാകുന്നത്.